യെസ്, നമ്മൾ ആക്ച്വലി ഏഴാം അധ്യായമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ല തുടങ്ങാൻ പോകുന്നത്. സോ ലാസ്റ്റ് 6 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ 6-ാം അധ്യായത്തിൽ നമ്മൾ ഒരു മരണത്തെക്കുറിച്ചാണ് പഠിച്ചത്. സോ നിങ്ങൾ ഏത് മരണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 7-ാം അധ്യായത്തിലും അപ്പോസ്തലനായ പൗലോസ് വേറെ ഒരു മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഏത് മരണമാണ് 6-ാം അധ്യായത്തിൽ മെൻഷൻ ചെയ്ത ആ മരണം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ മരണവും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകണം. സോ 1-ാം വചനം, 7-ാം അധ്യായത്തിന്റെ 1-ാം വചനം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So do you not know, brothers and sisters, that the law has jurisdiction over a person as long as he lives എന്നാണ് പറയുന്നത്. ന്യായപ്രമാണത്തിന്റെ ഒരു അധികാരം, നിയമത്തിന്റെ ഒരു അധികാരത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത്. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. So for I'm speaking to the people who know the law of Moses. ഇല്ലെങ്കിൽ law of Moses എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൻ്റെതാണ്, ഓൾഡ് ടെസ്റ്റമെന്റിനെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമത്തെക്കുറിച്ചോ ഇല്ലെങ്കിൽ ന്യായപ്രമാണത്തെക്കുറിച്ച്, മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം, മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? That the law has jurisdiction or authority or a rule over a person as long as he lives എന്നാണ് പറയുന്നത്. അപ്പൊ ജീവനോടിരിക്കുമ്പോൾ മാത്രമാണ് ന്യായപ്രമാണത്തിന് ഒരു വ്യക്തിയുടെ മേൽ അധികാരം ഉണ്ടായിരിക്കുന്നത്. അവൻ മരിച്ചാൽ ന്യായപ്രമാണത്തിന് ഒരു അധികാരവും ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട്, ഒരു കള്ളൻ ഇല്ലെങ്കിൽ ഒരു മർഡറർ, കൊല ചെയ്യുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ മേൽ എത്ര കാലം വരെ ഈ രാജ്യത്തിന്റെ ഒരു നിയമം, ഒരു ലോ ആ വ്യക്തിക്കെതിരെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയും? ആ വ്യക്തി ജീവനോടിരിക്കുന്ന കാലം വരെ, ആ കുറ്റവാളി ഇല്ലെങ്കിൽ ആ മർഡറർ ഇല്ലെങ്കിൽ ആ കള്ളൻ ജീവനോടിരിക്കുന്നത് വരെ നമുക്ക് ആ നിയമത്തെ അവൻക്ക് എതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ആ ഒരു കള്ളനോ ഇല്ലെങ്കിൽ ആ ഒരു കുറ്റവാളി മരിച്ചാലോ നിയമത്തിന് ശക്തി ഒന്നും കാണത്തില്ല. അവനക്കെതിരെ അത് പ്രയോഗിക്കാൻ പറ്റത്തില്ല. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. മരിച്ചുപോയ ഒരാളോട് നിയമത്തിന് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ ദ ലോ ഓർ ജുഡീഷ്യറി കോർട്ട്
can do to a man who is already dead. മരിച്ചുപോയ ആൾക്കെതിരെ നിയമത്തെ കൊണ്ട് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വ്യക്തിയെ നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. So law can do nothing against such kind of person. So അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായത്തിൽ ഈ സത്യത്തെയാണ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിന് അയാളിന്റെ ജീവിതത്തിൽ യാതൊരു അധികാരവും ഉണ്ടായിരിക്കയില്ല എന്നാണ് പറയുന്നത്. Law can do nothing to a man once he is dead. അതുപോലെ നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചവരാണോ? സോ 6-ാം അധ്യായത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിനോട് കൂടെ മരിച്ചത്? സോ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുന്നു, നാം ക്രിസ്തുവിനോട് മരിച്ചവരാണ്. സോ ക്രിസ്തുവിനോട് നാം മരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സോ അതുകൊണ്ട് പ്രയോജനം, അതുകൊണ്ട് നമ്മുടെ പഴയ യജമാനനായ പാപത്തിന് മാത്രമല്ല നമ്മൾ മോചിതരായത്, രക്ഷപ്പെട്ടത്, വിടുതല പ്രാപിച്ചത്. സോ നമ്മൾ എങ്ങനെ പാപത്തിൽ നിന്ന് വിടുതല പ്രാപിച്ചോ, രക്ഷ പ്രാപിച്ചോ, അതുപോലെ തന്നെ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ മോചിതരായി. ന്യായപ്രമാണത്തിൽ നിന്ന് രക്ഷപ്പെട്ട്, ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിച്ചവരാണ്. സോ മരിച്ച വ്യക്തിക്ക് യാതൊരു ഒരു കണക്ഷനും ഉണ്ടായിരിക്കുകയില്ല. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ യാതൊരു അധികാരവും, യാതൊരു അതോറിറ്റിയും, യാതൊരു റൂളും ഉണ്ടായിരിക്കുകയില്ല. സോ അതിനെ ഒരു ഉദാഹരണമായിട്ടാണ് 2-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത്. 2-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? 2-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സോ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒളിവുള്ളവളായി. So for the married woman is bound and remains bound by the law to her husband while he lives. But if her husband dies, she is released and exempt from the law concerning her husband എന്നാണ് പറയുന്നത്. സോ ഭാര്യ ഭർത്താവിന്റെ ഒരു ബന്ധത്തെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ ഒരു സത്യത്തെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ശ്രമിക്കുന്നത്. സോ എന്താണ് വചനം പറയുന്നത്? ഭർത്താവുള്ള ഒരു സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഭർത്താവ് മരിച്ചാൽ മാത്രമാണ് അവൾക്ക് ആ നിയമത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റത്തുള്ളൂ. ഭർത്താവ് മരിച്ചില്ലെങ്കിൽ ആ ഭർതൃന്യായ പ്രമാണത്തിൽ നിന്ന് അവൾക്ക് മോചിതയാകാനോ ഒഴിവാകാനോ പറ്റത്തില്ല എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ ഒരു ഭാര്യ ഭർത്താവിന്റെ ബന്ധത്തെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉദാഹരണമായി ഉപയോഗിച്ചുകൊണ്ട് ഈ നിത്യമായിട്ടുള്ള ഒരു സത്യത്തെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചുകൊണ്ടിരിക്കിടത്തോളം നിയമപ്രകാരം അവനുമായി ഒരു ബന്ധത്തിലാണ് ജീവിക്കുന്നത്, ഒരു ബന്ധത്തിലായിരിക്കും. The married woman has to be bound by the law to her husband while he is living. സോ ഭർത്താവ് മരിച്ചാൽ എന്ത് സംഭവിക്കും? ആ സ്ത്രീ ആ നിയമത്തിൽ നിന്ന് ഒഴിവായി. സോ ഭർത്താവ് മരിച്ചതുകൊണ്ട് ആ നിയമം ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു ബാധകമല്ല. സോ
Suppose if her husband dies, then she is released, set free from the law. So suppose a woman is married to a very wicked man, a cruel, evil person, then that woman suffers and suffers and suffers for a year under such a husband. So നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, സോ ഒരു സ്ത്രീ ഒരു ദുഷ്ടനെയോ ഒരു ക്രൂരനായ മനുഷ്യനെയോ വിവാഹം കഴിച്ചാൽ ഓരോ ദിവസവും ആ വ്യക്തിയോട് കൂടെ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വരും. ആ കഷ്ടപ്പാടിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ എപ്പോഴാണ് മോചനം ലഭിക്കുന്നത്? ഒരു മോചനം ആവശ്യമുണ്ടെന്ന്, ഒരു സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ആ സ്ത്രീ എപ്പോഴും ഈ ഭർത്താവിനോട് കൂടെ ഈ കഷ്ടപ്പാടുകളും ഈ പ്രയാസങ്ങളും ഈ അപമാനവും ദുഃഖവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്താ സംഭവിച്ചു? ഒരു ദിവസം അവരുടെ ഭർത്താവ് മരിച്ചു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ സ്ത്രീയെ സംബന്ധിച്ച് അവൾ സ്വതന്ത്രയായി. സോ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ ഫ്രീ ഫ്രം ദാറ്റ് ഓൾഡ് മാരേജ് ലോ. അപ്പൊ ആ നിയമത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ സ്ത്രീക്ക് ഒരു വിടുതൽ ലഭിച്ചു, മോചനം ലഭിച്ചു, ഫ്രീഡം കിട്ടി. സോ അതുവരെ ഭർത്താവ് മരിക്കുന്നത് വരെ മറ്റാരെയെങ്കിലും ആ സ്ത്രീ വിവാഹം കഴിച്ചാൽ എന്തോ സംഭവിക്കും? അത് ആ സ്ത്രീയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഭർത്താവ് ജീവനോട് ഇരിക്കുന്ന, ഭർത്താവ് ജീവനോട് ഇരിക്കുന്ന കാലം വരെ വേറെ ഒരു വ്യക്തിയെ അവൾക്ക് കല്യാണം കഴിച്ച് ജീവിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതുപോലെ ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഭർത്താവ് മരിച്ചു. സോ അവൾ സ്വതന്ത്രയായി. ഇപ്പോൾ അവൾക്ക് വേറെ ഒരാളിനെ കല്യാണം കഴിക്കാൻ ചിന്തിക്കാൻ പറ്റും. സോ വിവാഹം കഴിക്കാൻ പറ്റും, വേറെ ഒരു പുരുഷനോട് കൂടെ വിവാഹം കഴിക്കാൻ പറ്റും. സോ അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ അതായത് യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ചവർ പാപത്തിനു വേണ്ടി മരിച്ചവർ മാത്രമല്ല, അവർ ന്യായപ്രമാണത്തിനു വേണ്ടി മരിച്ചവരാണ്. സോ ന്യായപ്രമാണത്തിനു വേണ്ടി ജീവിക്കുന്നവർ, ന്യായപ്രമാണം ഒരു ഭർത്താവ് പോലെയാണ്. സോ ആ ന്യായപ്രമാണം വിറ്റിട്ട് വേറെ ഒരു ന്യായപ്രമാണം, സ്ത്രീകൾ എന്ന് പറയുന്നത് വിശ്വാസ സമൂഹമാണ്. അപ്പോൾ ആ ഒരു നിയമം, ആ ന്യായപ്രമാണം വിറ്റിട്ട് വേറെ ഒരു ന്യായപ്രമാണം അത് ജീവനോട് ഇരിക്കുമ്പോൾ നമ്മൾ സ്വീകരിച്ചാൽ അത് വളരെ തെറ്റാണ്. എന്നാൽ ആ ന്യായപ്രമാണം മരിച്ചാൽ വേറെ ഒരു ന്യായപ്രമാണത്തെ നമുക്ക് വിവാഹം കഴിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് ഇല്ലെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ മൂന്നാം വചനത്തിലേക്ക് വരുമ്പോൾ, മൂന്നാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാത്തവണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു എന്നാണ് പറയുന്നത്. So then, if she has sexual relations with another man while her husband is still alive, she is called an adulteress. But if her husband dies, she is released from that law and is not an adulteress if she marries another man എന്നാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ ഒരു പുരുഷനെ
വിവാഹം ചെയ്താൽ അവൾ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. എന്നാൽ ഭർത്താവ് മരിച്ചെങ്കിലോ അവൾ വേറെ പുരുഷന് വിവാഹം കഴിച്ചാൽ വ്യഭിചാരിണി എന്ന് വിളിക്കയില്ല എന്നാണ് പറയുന്നത്. A woman can't marry another man when her husband is alive. So ഭർത്താവ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഒരു സ്ത്രീ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അത് വളരെ തെറ്റാണ്. അപ്പോൾ ഇവിടെ പുരുഷൻ ആരാണ്? പുരുഷൻ ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ വിവാഹം കഴിച്ചാൽ അവളെ വ്യഭിചാരിണി എന്ന് വിളിക്കും. അത് മാത്രമല്ല, 2 ഭർത്താക്കന്മാരുള്ള സ്ത്രീ എന്നാണ് അവളെ വിളിക്കുന്നത്. If she marries, then she is called an adulteress. അത് മാത്രമല്ല, a woman with 2 husbands എന്നാണ് അവളെ വിളിക്കുന്നത്. So അതുകൊണ്ട് if her husband dies, then she is free from the law. Then if she marries to another man, she will not be an adulterous woman. അവളുടെ ഭർത്താവ് മരിച്ചാൽ അവളുടെ നിയമത്തിൽ നിന്ന്, ഭർത്തൃ നിയമത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന്, എല്ലാ നിയമത്തിൽ നിന്ന് സ്വതന്ത്രയാകും. ഭർത്താവിൽ നിന്നും സ്വതന്ത്രയാകും. പിന്നെ അവൾ മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ചാൽ അവളെ ഒരിക്കലും വ്യഭിചാരിണി എന്ന് ആർക്കും വിളിക്കാൻ സാധിക്കുകയില്ല. So what Paul is trying to say by using this illustration, so ഈ ദൃഷ്ടാന്തം, ഈ ഉദാഹരണം ഉപയോഗിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ന്യായപ്രമാണവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ്. പഴയ ഉടമ്പടിയുമായുള്ള നമ്മുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. So he is speaking about our relationship to the law or to the old covenant. It is like our old husband. So രണ്ടാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഈ ഇല്ലുസ്ട്രേഷനിൽ കൂടി എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? Secondly, he is speaking about our relationship to the new covenant. So our relationship to Jesus Christ, the new husband. രണ്ടാമതായി അപ്പോസ്തലനായ പൗലോസ് ഈ ദൃഷ്ടാന്തത്തിൽ കൂടി, ഈ ഉദാഹരണയിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, പുതിയ ഉടമ്പടിയോടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ്. അതായത് പുതിയ നിയമത്തിൽ കൂടി ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നെക്സ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, സോ ദൈവത്തിന്റെ കൽപ്പനകളോട് നാം എങ്ങനെ പ്രതികരണം ചെയ്യണം എന്നാണ്, എങ്ങനെ പ്രതികരിക്കണം എന്നാണ്. സോ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളോട് നിയമപരമായിട്ടാണോ നമ്മൾ പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ ആത്മീയ രീതിയിലാണോ നമ്മൾ പ്രതികരിക്കേണ്ടത്? അതായത് how do we respond to the commandments of God? So commandments of God എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ കൽപ്പനകളോടാണ്, ഭർത്താവിന്റെ വാക്കുകളോടാണ്. How do we respond to the commandments of God? In a legalistic way or in a spiritual way? അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. So even you can be a New Testament Christian. So you can take a New Testament commandments and keep them in a legalistic way without understanding or without obeying the spirit of the New Testament. അതായത് നമ്മുടെ പഴയ നിയമം വിട്ടേക്ക്. പഴയ നിയമത്തിന് നമ്മൾ മരിച്ചവരാണല്ലോ. സോ പഴയ നിയമമായാലും ഇപ്പോൾ നമ്മൾ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ നിയമമായാലും പുതിയ നിയമത്തിന്റെ കൽപ്പനകളെ
നമ്മൾ ഏത് രീതിയിലാണ് അതിനെ സ്വീകരിക്കുന്നത്, ഏത് രീതിയിലാണ് പാലിക്കുന്നത്, ഇല്ലെങ്കിൽ അനുസരിക്കുന്നത്? നമ്മൾ ലീഗലിസ്റ്റ് ആയിട്ടാണോ, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അത് സ്പിരിച്വൽ വേയിൽ കൂടിയാണോ? സോ നമ്മൾ അത് അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്, പാലിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, സോ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് വിധത്തിലാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ 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 നല്ലതാണ്. സോ പഴയ നിയമത്തിൽ കൂടുതൽ ആളുകൾ ലീഗലിസ്റ്റിക് വേ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിന്റെ വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഉദാഹരണമായിട്ട് 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാം വചനം നമ്മൾ വായിച്ചാൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇതാണ് പറയുന്നത്. സോ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാർ അത്ര. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. He has qualified us as ministers of a new covenant, not of the letter, but of the Spirit. For the letter kills, but the Spirit gives life എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെയാണ്? അപ്പോൾ നമ്മൾ അനുസരിക്കുന്നത് ആരെയാണ്? ഏത് രീതിയിലാണ് നമ്മൾ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് രീതിയിലാണ് നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് രീതിയിലാണ് നമ്മൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്? സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അനുസരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? അക്ഷരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ആത്മാവിന്റെ അടിസ്ഥാനത്തിലല്ല. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരായിട്ടല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരായിട്ടാണ്. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാർ എന്ന് പറയുമ്പോഴാണ് സോ ദാറ്റ് ഈസ് ദ ലീഗലിസ്റ്റിക് വേ ആണ് അത്. സോ വെരി ലീഗലിസ്റ്റ് ആണ്. അക്ഷരമാണ് പ്രധാനം. അക്ഷരം എന്താണ് പറയുന്നത് അത് ഞാൻ ചെയ്യുന്നു. ഇപ്പൊ ഫാരിസീസ്, സാദുസീസ്, ശാസ്ത്രിമാർ, പരീശന്മാർ അവരെല്ലാം അങ്ങനെയായിരുന്നു. അക്ഷരത്തെ പിടിച്ചുകൊണ്ടാണ് അവർ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ ഓടി നടന്നത്. അതുകൊണ്ടാണ് അവരെ യേശു ക്രിസ്തു എപ്പോഴും വിളിച്ചത് ഹിപ്പോക്രിറ്റ്സ് എന്നാണ്. സോ കാപട്യമുള്ളവരാണ് അവർ. സോ ആത്മാവിന്റെ ശുശ്രൂഷകന്മാർ എന്ന് പറയുമ്പോൾ ദേ ആർ വെരി സ്പിരിച്വൽ ആണ്. സോ ഫോർ എക്സാമ്പിൾ, the law or God's commandments are like husband and you are a wife. ദൈവത്തിന്റെ കൽപ്പനകള്, ദൈവം പറയുന്ന വാക്കുകളെല്ലാം നമ്മളോട് ഹസ്ബൻഡ് പറയുന്ന വാക്കുകളാണ്, ഹസ്ബൻഡ് പറയുന്ന കൽപ്പനകളാണ്. പക്ഷെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ, a wife can submit to her husband in a legalistic way. അക്ഷരത്തിന്റെ അടിസ്ഥാനത്തിൽ, ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് കീഴടങ്ങി ജീവിക്കാൻ പറ്റും. സോ എന്തുകൊണ്ടാണ് ആ സ്ത്രീ കീഴടങ്ങി ജീവിക്കുന്നത്? ഷീ സബ്മിറ്റ്സ് ടു ഹർ ഹസ്ബൻഡ് ബിക്കോസ് ഗോഡ്സ് വേർഡ്സ് സേ സോ. അപ്പോൾ ആ സ്ത്രീ തന്റെ ഭർത്താവിന് കീഴടങ്ങി ജീവിക്കുന്നത്, ഭർത്താവിന്റെ വാക്കുകളെ, കൽപ്പനകളെ അനുസരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, ദൈവം അങ്ങനെ കൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ ദൈവം കൽപ്പിച്ചത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. ബട്ട് ഇൻസൈഡ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. ഞാൻ അങ്ങനെ കീഴടങ്ങി ജീവിക്കണം എന്ന് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. From the bottom of my heart, I am not submitting myself.
എന്നാൽ ഹൃദയം കൊണ്ട് ഞാൻ ഈ ഭർത്താവിനെ എന്നെ തന്നെ സമർപ്പിക്കുന്നില്ല. സോ സ്നേഹം കൊണ്ട് ഞാൻ എന്നെ തന്നെ ഭർത്താവിനെ കീഴടങ്ങി ജീവിക്കുന്നില്ല. വിൽഫുള്ളി ഐ ആം നോട്ട് സബ്മിറ്റിംഗ്. സോ കീഴടങ്ങി ജീവിക്കാൻ ഉള്ളിൽ എനിക്ക് മനസ്സില്ല. എന്നാൽ ഔട്ട്വേർഡ്ലി ഐ ആം സബ്മിറ്റിംഗ് ബിക്കോസ് ഗോഡ്സ് വേർഡ് സേസ് സോ. അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് മനസ്സില്ല, എന്നാൽ ഇങ്ങനെ ഒരു ഇത് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. അതാണ് ലീഗലിസ്റ്റിക് വേ ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. സോ ഔട്ട് ഓഫ് ലവ്, ബോട്ടം ഓഫ് എ ഹാർട്ട്, വിൽഫുള്ളി, ജോയ്ഫുള്ളി സബ്മിറ്റ് ചെയ്യുന്നത്. ഫോർ ദ സേക്ക് ഓഫ് വേർഡ്സ്, ഫോർ ദ സേക്ക് ഓഫ് റിട്ടൺ കോഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വ്യത്യാസമാണ്. സോ അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ എ വൈഫ് ക്യാൻ സബ്മിറ്റ് ടു ഹർ ഹസ്ബൻഡ്. Okay, I submit to you because God's word says so. So, but I don't feel like doing it, but I do it. അപ്പൊ എനിക്ക് മനസ്സില്ല, എന്നാൽ കൽപ്പന ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, സോ നിന്നെ അനുസരിക്കുന്നു, കീഴടങ്ങി ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. So when people obey God with that type of spirit, they never become spiritual. They are religious or legalist. അപ്പോൾ അങ്ങനെയുള്ള സ്പിരിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ കണ്ടിന്യൂ ചെയ്താൽ നമ്മൾ ഒരിക്കലും ഒരു ആത്മീയ മനുഷ്യരായിട്ട് വളരാൻ പറ്റത്തില്ല. എന്നാൽ റിലീജിയസ് വ്യക്തികളായിട്ട്, ലീഗലിസ്റ്റിക് പേഴ്സൺസ് ആയിട്ട്, പരീശന്മാരെ പോലെ, ശാസ്ത്രിമാരെ പോലെ നമുക്ക് വളരാനും അവരെ പോലെ കാപട്യമുള്ളവരായി ജീവിക്കാനും സാധിക്കും. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. സോ അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. There are lot of differences between being religious and being spiritual, and that is what the theme of Romans chapter 7. സോ അപ്പൊ ഈ രണ്ട് കൂട്ടർക്ക് ഉള്ള വ്യത്യാസം എന്താണെന്ന് അപ്പോസ്തലനായ പൗലോസ് ഈ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. So Paul is speaking about legalistic people or religious people and their relationship with God. So അവര് സ്നേഹത്തിൽ കൂടി സന്തോഷത്തിൽ കൂടി ദൈവത്തെ കീഴടങ്ങി ദൈവത്തിന്റെ കൽപ്പനകളെ കീഴടങ്ങി ജീവിക്കേണ്ടതാണ്. എന്നാൽ അവര് ലീഗലിസ്റ്റിക് വേ ആയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് ആത്മീക ജീവിതത്തെ തന്നെ തകർക്കും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ നമ്മളും ഈ പരീശന്മാരെ പോലെ, ശാസ്ത്രിമാരെ പോലെ ലീഗലിസ്റ്റിക് ആയിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ മനസ്സിലാക്കി അതിനെ ഉപയോഗിച്ചാൽ നമ്മുടെ ആത്മീക ജീവിതം തകർച്ചയിലായിരിക്കും. ഇന്ന് നമ്മൾ പള്ളികളിലെല്ലാം കാണുന്നത് അതാണ്. സോ ദേ ക്യാച്ച് വേർഡ്സ്. ആക്ച്വലി അതിന്റെ ആ വേർഡ്സിന്റെ, ആ നിയമത്തിന്റെ, ആ വാക്കുകളുടെ പുറകിലുള്ള ഉദ്ദേശമല്ല. സോ പീപ്പിൾ ക്യാച്ചസ് ബൈ വേർഡ്സ് ആണ്, വേർഡ്സ്. സോ ദേ ആർ വെരി ലീഗലിസ്റ്റിക് ആണ്. പിന്നെ അവരുടെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് അതുപോലെ തന്നെ ആയിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തവർ അവസ്ഥയാണ്. സോ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണത്തിന് നമ്മൾ മരിച്ചവരാണെന്നാണ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം വചനത്തിലേക്ക് വരുമ്പോൾ, 4-ാം വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിനും ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന്
ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. 6-ാം അധ്യായത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മളും അവനോട് കൂടെ മരിച്ചു എന്ന്. വീണ്ടും ആ ഒരു ടെൻസിൽ കൂടിയാണ് ഇവിടെയും അപ്പോസ്തലനായ പൗലോസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. So my brothers and sisters, you also died to the law through the body of Christ, that you might belong to another, to him who was raised from the dead, in order that we might bear fruit for God എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാർ നമ്മൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് എന്താണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്? ദൈവത്തിന് ഫലം കായ്ക്കണം. അപ്പൊ നമ്മൾ ദൈവത്തിനാണ് ഫലം കായ്ക്കേണ്ടത്, മനുഷ്യർക്കല്ല. ഇന്ന് പലരും മനുഷ്യർക്ക് വേണ്ടി ഫലം കായ്ക്കുന്ന മരങ്ങളായിട്ടാണ്, ചെടികളായിട്ടാണ് വിശ്വാസികൾ വളരുന്നത്. എന്നാൽ ദൈവത്തിന് ഫലം കായ്ക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Paul is talking about bearing fruits for God. അതാണ്. സോ ദൈവത്തിന് ഫലം കായ്ക്കണം. പിന്നെ എന്താണ് ഇവിടെ ഈ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? സോ യു ഷുഡ് ബിലോങ് ടു അനദർ പേഴ്സൺ. വേറൊരുവന് ആകേണ്ടതിന്. ഫലം കായ്ക്കണമെങ്കിൽ യു ഷുഡ് ബിലോങ് ടു അനദർ പേഴ്സൺ. സോ വേറൊരുവന് ആകണം. എന്താണ് വീണ്ടും അവിടെ പറയുന്നത്? For that you have to die through the body of Christ to the law. ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിക്കണം. സോ ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിക്കാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് വേറെ ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയുക, ഒരു ഇതായിട്ട് മാറുന്നത്? പിന്നെ അങ്ങനെ മാറിയില്ലെങ്കിൽ എങ്ങനെ ഫലം കായ്ക്കാൻ പറ്റും? സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണമെങ്കിൽ സോ ഐ ഷുഡ് ഡൈ ത്രൂ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ടു ദ ലോ. സോ മരിക്കുന്നത് മാത്രമല്ല, ഒരു ഷിഫ്റ്റ്, ഒരു എക്സ്ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പൊ ന്യായപ്രമാണ സംബന്ധമായിട്ട് ഞാൻ മരിച്ചു. നെക്സ്റ്റ് എന്താണ്? ഐ ഷുഡ് ബിലോങ് ടു അനദർ പേഴ്സൺ. സോ മരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കാൻ പാടില്ല. സോ ദാറ്റ് മസ്റ്റ് ബി റീപ്ലേസ്ഡ്. സോ എങ്ങനെയാണ് റീപ്ലേസ്ഡ്? സോ മരിച്ച ഉടനെ സോ ഐ ഷുഡ് ബിലോങ് ടു അനദർ പേഴ്സൺ. അനദർ പേഴ്സൺ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവാണ്. സോ അവന്റെ സ്വന്തമായി തീരണം. അപ്പോഴാണ് നമുക്ക് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ പറ്റുന്നത്. സോ നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫലം കായ്ക്കാൻ പോകുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ പറ്റത്തില്ല. സോ ഇവിടെ ഡെത്ത് വളരെ പ്രധാനമാണ്. പുതിയ നിയമത്തിൽ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ എങ്ങനെയുള്ള മരണമാണ്? സോ ഫസ്റ്റ് യു ഹാവ് ടു ഡൈ ടു ദ ഓൾഡ് മാൻ. ഓൾഡ് മാൻ എന്ന് പറയുമ്പോൾ സിന്നാണ്. പാപത്തിന് വേണ്ടി നമ്മൾ മരിക്കണം. സോ വീണ്ടും ഇവിടെ പറയുന്നത് എന്താണ്? സോ യു ഹാവ് ടു ഡൈ ടു ദ ലോ. ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിക്കണം. സോ എന്തെല്ലാം മരണങ്ങളുണ്ട്? ആത്മീയ മരണമുണ്ട്, രണ്ടാം മരണമുണ്ട്, പാപത്തിന് വേണ്ടിയുള്ള മരണമുണ്ട്, ന്യായപ്രമാണത്തിന് വേണ്ടിയുള്ള മരണമുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. 5-ാം വചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്,
5-ാം വചനത്തിൽ നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങളാൽ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു എന്നാണ് പറയുന്നത്. For when we were in the realm of the flesh, the sinful passions aroused by the law were at work in us, so that we bore fruit for death. എന്താണ് നാം ജഡത്തിലായിരുന്നപ്പോൾ? അപ്പൊ ജഡത്തിന്റെ മരണം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു എന്നാണ് പറയുന്നത്. So talks about the fruits of death. എന്താണ് fruits of death? We were bearing the fruits of death. മരണത്തിന് ഫലം കായ്ച്ചുകൊണ്ടിരുന്നവരാണ്. നമ്മുടെ ഫലമെല്ലാം നമ്മുടെ ജീവിതത്തിൽ മരണമാണ് കൊണ്ടുവന്നത്. സോ അങ്ങനെയുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായിരുന്നു നമ്മൾ. സോ നമ്മൾ എന്ത് ഫലം കൊടുത്താലും ആ ഫലത്തിൽ കൂടി നമുക്ക് മരണമാണ് ലഭിക്കുന്നത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പാപരാഗങ്ങൾ നമ്മുടെ അവയവങ്ങളിൽ ഉണ്ടായിരുന്നു. There were sinful passions in our flesh. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ അവയവങ്ങളിൽ എപ്പോൾ പാപമുണ്ടോ, പാപരാഗങ്ങളുണ്ടോ, അപ്പോൾ നമ്മൾ കായ്ക്കുന്ന ഫലമെല്ലാം മരണമായിരിക്കും. കണ്ടോ? അപ്പൊ ശരീരത്തിൽ പാപം വെച്ചോണ്ട്, അവയവങ്ങളിൽ പാപം വെച്ചോണ്ട് നീതിയുടെ ഫലം കായ്ക്കാൻ ഒരിക്കലും പറ്റത്തില്ല. നമുക്കത് നമ്മുടെ വാക്കുകളിൽ കൂടി അങ്ങനെ ആക്കി തീർക്കാൻ പറ്റും. എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ അത് ഒരിക്കലും നീതിയുടെ ഫലമായി തീരത്തില്ല, മരണത്തിന്റെ ഫലമായി തീരും. അപ്പോൾ നീതിയുടെ ഫലമായി തീരണമെങ്കിൽ പാപരാഗങ്ങൾ മരിക്കണം. സോ ഇവിടെ പറയുന്നത് we were so passionate to commit sin. കണ്ടോ? The sinful passions. So we were so passionate. എന്തിനു വേണ്ടിയാണ്? To commit sin എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മരണത്തിന് ഫലം ഉണ്ടായിരുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ച് പോന്നു. ഓക്കെ, 6-ാം വചനത്തിലേക്ക് വരുമ്പോൾ 6-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? 6-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇപ്പോഴോ എന്താണ് വ്യത്യാസം? ഇപ്പോൾ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ, അതായത് but now we have been released from the law and its penalty, having died to that by which we were held captive, so that we serve in the newness of the Spirit and not in the wholeness of the letter എന്നാണ് പറയുന്നത്. സോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു.
So we have died to the law which we were held captive എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളെ പിടിച്ച് അടക്കി ഒരു സ്ഥലത്ത് ഇരുത്തിയ ന്യായപ്രമാണം. അപ്പൊ ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിച്ചു. വീണ്ടും അവിടെ എന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ കണ്ടതുപോലെയാണ്. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന്. അതായത് 2 കൊരിന്ത്യർ 3:6 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെയാണ്. എന്താണ് പറയുന്നത്? ടു സെർവ് ഇൻ ദ ന്യൂനെസ് ഓഫ് ദി സ്പിരിറ്റ് ആൻഡ് നോട്ട് ഇൻ ദ ഹോൾനെസ് ഓഫ് ദി ലെറ്റർ എന്നാണ് പറയുന്നത്. So what is the meaning of the newness of the spirit? Not in the wholeness of the letter. എന്താണ് അതിന്റെ അർത്ഥം? അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, which means obeying God is not an obligation. അപ്പൊ ദൈവത്തെ അനുസരിക്കുന്നത് ഒരു ഓബ്ലിഗേഷൻ അല്ല, ഒരു നിർബന്ധമല്ല. ഐ ഹാവ് ടു ഒബേ ഗോഡ് ജോയ്ഫുള്ളി. അപ്പൊ നമ്മള് ദൈവത്തെ അനുസരിക്കേണ്ടത്, നമ്മൾ ദൈവത്തെ കീഴടങ്ങി ജീവിക്കേണ്ടത് അത് ബൈ ഫോഴ്സ്ഫുള്ളി അല്ല, ജോയ്ഫുള്ളിയാണ്. നമ്മൾ തന്നെ സന്തോഷമായിട്ട് അത് സ്വീകരിക്കണം, ഒരു ബേർഡൻ ആയിട്ടല്ല. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകള് നമ്മുടെ ജീവിതത്തിൽ ഒരു ബേർഡൻ ആയി മാറാൻ പാടില്ല. അത് അനുസരിക്കുന്നത് ഒരു ബേർഡൻ ആയിട്ട് നമുക്ക് മാറാൻ പാടില്ല. സോ വി ഷുഡ് എൻജോയ് ദാറ്റ്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ വരണം. അതാണ് ഇവിടെ പറയുന്നത്. അക്ഷരത്തിലല്ല, ആത്മാവിലാണ്. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിലാണ്. ഇത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പുതുക്കം ഉണ്ടാകണം. സോ പരിശുദ്ധാത്മാവിൽ കൂടി നമ്മുടെ ആത്മാവിൽ ഒരു പുതുക്കം, ഒരു റിവൈവൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ന്യൂനെസ്, ഒരു ന്യൂ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സോ അതാണ് സ്പിരിച്വൽ പേഴ്സണും ലീഗലിസ്റ്റിക് പേഴ്സണും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. So it is not necessary to obey God out of fear. അപ്പൊ നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നത്, ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുന്നത് ഒരു ഭയം കൊണ്ടാണോ, പേടി കൊണ്ടാണോ? സോ ഫിയർ ഓഫ് പണിഷ്മെന്റ്. സോ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷ നമുക്ക് കിട്ടും, ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു പ്രയാസം ഉണ്ടാകും, അതിനെ പേടിച്ചിട്ടാണോ? ഓർ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ഇല്ല, ദൈവം വിധിക്കും, ദൈവത്തിന്റെ ന്യായവിധി വരും, അപ്പൊ ന്യായവിധിയെ പേടിച്ചിട്ടാണോ? ഓർ ഫിയർ ഓഫ് ഹെൽ. അയ്യോ, ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകും, തീ പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ നരകത്തെ പേടിച്ചത് കൊണ്ടാണോ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്? ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് ലവ് ആണ്, ജോയ്ഫുള്ളി ആണ്, സന്തോഷത്തോടെയാണോ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നത്? So in the Old Testament, it is said you have to give tithe. About 10% of the income must be given to God. So പഴയ നിയമത്തിൽ നമ്മെ പഠിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, എല്ലാവരും കിട്ടുന്ന ഇൻകം അനുസരിച്ച് 10% ദൈവത്തിന് വേണ്ടി എടുത്തു വെക്കണം, ദൈവത്തിന് കൊടുക്കണം, ടൈത്ത് കൊടുക്കണം എന്നുള്ളതാണ്. But the question is, how many people do you think that they give the tithe joyfully? എന്നാൽ ഈ ടൈത്ത്, ഈ 10% എത്ര പേര് ഇന്ന് സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി മാറ്റി അത് ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്? സോ വെരി ഫ്യൂ പീപ്പിൾ ആണ്. സോ വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ. സോ അത് അവർ വളരെ ഭാരത്തോടെയാണ്.
In the Old Testament, God never said you have to give joyfully, but you have to do that, or you must do that. ഇപ്പൊ പഴയ നിയമത്തിൽ ദൈവം ഒരു കമാൻഡാണ് കൊടുത്തത്. നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കണം, സമാധാനത്തോടെ കൊടുക്കണം എന്ന് ദൈവം ഒരിക്കലും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞത്? യു മസ്റ്റ് ഗിവ്, യു ഹാവ് ടു ഗിവ്. സോ അതിനകത്ത് ഒരു എസ്കേപ്പിസം ഇല്ല, ഒരു കൽപ്പനയാണ്. സോ ദേ മസ്റ്റ് ഫോളോ ദാറ്റ്. സോ വെദർ യു ആർ വില്ലിംഗ് ഓർ നോട്ട് വില്ലിംഗ്, the criteria is you must obey the commandment. അതായിരുന്നു പഴയ നിയമത്തിൽ, അക്ഷരത്തിലാണ്, അക്ഷരത്തിൽ. എന്നാൽ ആ ഒരു കൽപ്പനയെ എത്ര പേര് സന്തോഷത്തോടെ പാലിച്ചു? സോ അത് പാലിച്ചുകൊണ്ട് പഴയ നിയമത്തിൽ എത്ര പേര് faithfully they gave their tithes to God? So majority they were unwilling to give that tithe. They were very reluctant to give tithe. സോ കാരണം അത്ര പൈസ കൊടുക്കാൻ അവർക്ക് ഭയങ്കര മനപ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് പുതിയ നിയമത്തിൽ ദൈവം പറയുന്നത്? സോ ഇറ്റ് ഈസ് നോട്ട് ഹൗ മച്ച് യു ഗിവ് ടു ഗോഡ്, ബട്ട് ഹൗ യു ഗിവ് ടു ഗോഡ്. ഇപ്പൊ എത്ര കൊടുക്കുന്നുണ്ടല്ല, എങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നാണ്. ആർ യു ഗിവിംഗ് ജോയ്ഫുള്ളി ഓർ സോറഫുള്ളി? ഇപ്പൊ വളരെ സന്തോഷത്തോടെയാണ് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ വളരെ ദുഃഖത്തോടെയാണ് ദൈവത്തിന് കൊടുക്കുന്നത്? അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഗിവിംഗ് 10%, but giving with joy. So giving cheerfully, because we are in the New Testament. കാരണം നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭർത്താവ് യേശു ക്രിസ്തു ഒരു വ്യത്യാസമുള്ള വ്യക്തി ആയതുകൊണ്ടാണ്. So it is not forcing or imposing, but person wants to give to God and obey God out of love and out of joy. സ്നേഹത്തിലും സന്തോഷത്തിലും സോ ദൈവത്തെ കീഴടങ്ങി ജീവിക്കാനും ദൈവത്തിന് കൊടുക്കാനും മനുഷ്യൻ വളണ്ടിയർ ആയിട്ടാണ് പുതിയ നിയമത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നോട്ട് ബൈ ഫോഴ്സിങ് ഓർ ഇമ്പോസിങ്. സോ അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നോട്ട് ദ ഹോൾനെസ് ഓഫ് ദ ലെറ്റർ, ബട്ട് ദ ന്യൂനെസ് ഓഫ് ദ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. സോ അതായത് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ നമ്മൾ സേവിക്കണം. അപ്പൊ പുതിയ നിയമത്തിൽ നമ്മൾ എന്തു ചെയ്താലും അക്ഷരത്തിന്റെ അർത്ഥത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ നമ്മൾ ചെയ്യണം. അതാണ് ന്യൂ ടെസ്റ്റമെന്റിന്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന മെജോറിറ്റി ക്രിസ്ത്യൻസ് ഇപ്പോഴും പാലിക്കുന്നത് അക്ഷരത്തെയാണ്, ആത്മാവിനെ അല്ല. അതുകൊണ്ടാണ് മെജോറിറ്റി ഓഫ് ദി ക്രിസ്ത്യൻസ് ആർ ലീഗലിസ്റ്റ്സ് എന്ന് പറയുന്നത്. അവർ വളരെ ലീഗലിസ്റ്റിക് വേ അപ്രോച്ചസ് ആണ് അവർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പരീശന്മാരെ പോലെ, ശാസ്ത്രിമാരെ പോലെ. സോ അതുകൊണ്ടാണ് അവരുടെ ആത്മീക ജീവിതവും തകർച്ചയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ക്രിസ്തുവിൽ എങ്ങനെ പാപത്തിന് വേണ്ടി മരിച്ചോ അതുപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിന്റെ മരണത്തിൽ ന്യായപ്രമാണത്തിനും മരിച്ചു എന്നാണ്. അപ്പോൾ ആ മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സോ ആത്മാവിന്റെ പുതുക്കത്തിന്റെ അനുഭവം അനുഭവിക്കണമെങ്കിൽ മരണം ഉണ്ടാകണം. ആ മരണം ഉണ്ടാകാതെ ആത്മാവിന്റെ പുതുക്കം അനുഭവിക്കാൻ സാധിക്കയില്ല.
സോ നമ്മൾ നീതിയുടെ ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ മരിക്കണം. പാപത്തിന് വേണ്ടി മരിക്കണം, ന്യായപ്രമാണത്തിന് വേണ്ടി മരിക്കണം. പാപത്തിന് വേണ്ടി മരിക്കുന്നില്ല, ന്യായപ്രമാണത്തിന് വേണ്ടി മരിക്കുന്നില്ലെങ്കിൽ നമ്മൾ കായ്ക്കുന്ന ഫലം മരണത്തിന്റെ ഫലമായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ പോകുന്നു. സോ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി ഈ ഇങ്ങനെയുള്ള മരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാകുവാൻ, അതിൽ കൂടി ലഭിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം, രക്ഷ നമ്മൾ ഓരോ ദിവസവും അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. സോ താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം.